ഗൈസ് അവസാനം നമ്മ ഗൾഫിൽ പോകാൻ പോകുന്നു ഗൈസ്. എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഞാൻ എന്താണ് ബേക്കി പറഞ്ഞ ട്രക്കിൻ്റെ ഒരു വീഡിയോ ഒക്കെ നൈസായിട്ട് എടുക്കാൻ നോക്കിയതാണ്. പക്ഷെ ഒത്തില്ല. നമ്മൾ എറണാകുളത്തുള്ള കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് പോകാൻ പോകുന്നത്. ആ സമയത്ത് ഞാൻ ഒരു ട്രേഡ് നോക്കിയിട്ടുണ്ടായിരുന്നു. ആ ട്രേഡിലാണ് നമുക്കൊരു 50 മിനിറ്റിലാണെങ്കിൽ നമുക്കൊരു ലിക്വിഡിറ്റി ക്രിയേഷനും കാര്യങ്ങളും മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് കണ്ടില്ല. ഈ ഭാഗത്തൊക്കെ നല്ല രീതിക്ക് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് ഡൗൺവേർഡ്സ് പോയേക്കുന്നത്. നമ്മളിപ്പോൾ ലോവർ ടൈം ഫ്രെയിമിൽ വന്നിട്ട് അവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിനെ പറ്റിയ ഒരു ഏരിയ നമ്മൾ നോക്കി ജസ്റ്റ് അത് ഫൈൻഡ് ചെയ്ത് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഒരു റിട്രേസ്മെൻറ്റ് എടുത്തിട്ടായിരിക്കും മാർക്കറ്റ് മേലോട്ട് പോകണത്. അവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടണം. നമുക്ക് നോക്കാം. നമ്മൾ ട്രേഡ് എൻ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിക്കായിരിക്കുള്ളൂ. ജസ്റ്റ് ഈ ഒരു ഏരിയ ഇവിടം വരെ നമുക്ക് വെക്കാം. ജസ്റ്റ് ഒരു 1:2 അല്ലെങ്കിൽ 1:3 ആ ഒരു റേഷ്യോ 1:3 വെക്കായിരുന്നു. 1:3 ആ ഒരു റേഷ്യോയിൽ നമുക്ക് ആ ട്രേഡ് എൻ്റർ ആവാം. നമ്മൾ വെച്ചേക്കുന്ന ഏരിയ എത്തിയാൽ മാത്രം നമുക്ക് ട്രേഡ് എൻ്റർ ആവാൻ പറ്റുള്ളൂ. നമുക്ക് നോക്കാം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെ ഇരിക്കുന്നു. കുറച്ച് നേരം നമ്മൾ ട്രോളിയൊക്കെ ഉന്തി കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ അവിടെ യാത്രയൊക്കെ നേരമായി. അപ്പോൾ ഇതാണ് എൻ്റെ ബ്രദറാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇന്ന് പോവുകയാണ്. അവരെ യാത്ര അയച്ച് ഞങ്ങൾ തിരിച്ചു പോരുന്ന വഴിക്ക് ഞാൻ ട്രേഡ് എടുത്ത് നോക്കി. സ്റ്റിൽ നമ്മൾ ട്രേഡിൽ എൻ്റർ ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രേഡ് പ്രോഫിറ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം എന്താവുമെന്ന്. ആ ഡീലൊരു ബ്ലാക്ക് ലൈന് വരച്ചിരിക്കുന്ന ഒരു ജസ്റ്റ് ഒരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ അതുമ്പോൾ വന്ന് മാർക്കറ്റ് ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റും കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് മാർക്കറ്റ് ഈ ഒരു ലെവലിലേക്ക് അടിക്ക് വന്നിട്ട് അവിടെ ഒരു ടെസ്റ്റ് എടുത്തതിന് ശേഷം മാത്രം മാർക്കറ്റ് മേലോട്ടുള്ളൂ. മാർക്കറ്റാണ് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താവുന്നു. നമ്മൾ ആ ലെവലിൽ തന്നെ വരണമെന്നില്ല. നമ്മൾ അന്ന് നൈറ്റ് എടുത്ത് നോക്കിയപ്പോൾ മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം നെക്സ്റ്റ് മൂവ്മെൻറ്റ് എങ്ങനെ ഇരിക്കുന്നു. ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു റിട്രേസ്മെൻറ്റ് ലെവൽ, അതായത് ആ ഒരു ഏരിയയൊക്കെ വന്ന് റിട്രസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോവുള്ളൂ. ഒരിക്കലും ഡയറക്റ്റ് ഒറ്റയടിക്ക് കയറി പോവില്ല. അങ്ങനെയാണെങ്കിൽ വല്ല ന്യൂസ് ട്രേഡോ കാര്യങ്ങളോ എങ്ങനെ ആയിരിക്കണം. അങ്ങനെ കയറി പോകണമെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. നമുക്ക് നോക്കാം എന്താവുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ആ ട്രേഡ് എടുത്ത് നോക്കിയപ്പോൾ ജസ്റ്റ് ട്രേഡ് ആണെങ്കിൽ TP ഹിറ്റായിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നല്ലൊരു ന്യൂസോ കാര്യങ്ങളോ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ അതിന് ശേഷം മാർക്കറ്റ് നല്ലൊരു ബുള്ളിഷ് ആയിട്ടുള്ള നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രേഡിംഗ് കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോക്ക് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അവരും കൂടി വളരട്ടേനെ. ശരി, എന്നാൽ അടുത്തൊരു വീഡിയോയുമായി കാണാം ഗൈസ്. ബൈ.